ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഹൂ നോസ് മീ ബെറ്റർ. സോ എനിക്ക് സൗണ്ടിന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ പനിയായിരുന്നു. ഇപ്പോഴും കുറച്ച് സൗണ്ട് റെഡിയാവാൻ തന്നെ ഉള്ളൂ. 5 ദിവസമായിട്ട് പനിയാണ്. ഓക്കെ, നമ്മുടെ റൂൾസ് ഉണ്ട് കുറച്ച്. ഈ ഗെയിമിന് റൂൾസ് ഉണ്ട് കുറച്ച്. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഫോണിൽ നോട്ട് ചെയ്യും ആൻസർ. 10 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ഞാൻ 10 സെക്കൻഡ്സ് ടൈം വയ്ക്കും. അതിൻ്റെ ഉള്ളിൽ ഇവർ ഉത്തരം എഴുതണം. അപ്പോൾ അതാണ് റൂൾസ്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊരു സാധനം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഞാനൊരു സാധനം വാങ്ങിച്ചു. അയ്യോ, ഉത്തരം നോക്കണം. ഞാനൊരു സാധനം വാങ്ങിച്ചു, പക്ഷെ ഞാനത് യൂസ് ചെയ്യണം പണ്ട് വാങ്ങിയ സാധനമാണ്. പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യണം. നീ കൊറേ സാധനം എപ്പോഴും വാങ്ങിക്കാറുണ്ടല്ലോ. ഞാൻ കുറച്ചടുത്തായിട്ട് ഞാനത് എനിക്ക് ആവശ്യമുണ്ട് വേണ്ടിയാണ് വാങ്ങിച്ചത്, പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല അല്ലാതെ. 1, നിങ്ങൾക്ക് നോട്ട് കിട്ടോ? 1, 2, 3, 4, ഗസ് ചെയ്തോ? 5, 6, 7, 8, 9. ടൈം ഔട്ട്. എന്താണ്? ലിപ്സ്റ്റിക് ആണോ? അല്ല, ലിപ്സ്റ്റിക് അല്ല. ലിപ്സ്റ്റിക് ഞാൻ എന്തല്ല ലിപ് ഗ്ലോസ് ഇടാറ്. ലിപ്സ്റ്റിക് അല്ലാതെ പിന്നെന്താ? കൺസീലർ ആണോ? കൺസീലർ എനിക്കില്ല. അല്ല, അത് മേടിച്ചേന്ന്. അത് എന്റെ സാധനല്ലേ. ഡ്രസ്സാണോ? എഴുതിയിരുന്ന തെറ്റാണ്. അപ്പൊ രണ്ടാളി ഗൈസ്, ആൻസർ എന്റെ സ്പെക്സ്. ഓ, യൂസ് ചെയ്യുന്നില്ല. ഇല്ല, സ്കൂളിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ യൂസ് ചെയ്ത് ആദ്യം വാങ്ങിച്ച സമയം സ്കൂളിൽ യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ അത് തുറക്കാറില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറന്റ് ഫേവറേറ്റ് ഫുഡ്, ഇപ്പൊ ഇഷ്ടപ്പെട്ട റീസെന്റ് ആയിട്ട്. കഴിഞ്ഞോ? അൽഫാം. അവിടെ അൽഫാം എഴുതിയത് ഷവായി. കറക്റ്റ് ആൻസർ. 1 point. അപ്പൊ ഇവിടെ 1 point കിട്ടിയിരിക്കുന്നു. ചേച്ചിക്ക് 1 point, അമ്മയ്ക്ക് 0. അൽഫാം പറയുന്നത് അമ്മ ഹണി അൽഫാമേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് പക്ഷെ എനിക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ TNT ഷോപ്പ് ചെയ്യാൻ അടുത്ത് വന്നിട്ടുണ്ട്. അത് വന്നുകൊണ്ട് കുട്ടി ഓരോ കട കാണുമ്പോൾ മാറി ഞാൻ അറിഞ്ഞില്ല. അടുത്ത, എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. ഞാൻ എപ്പോഴും എനിക്ക് ചെയ്യണം അങ്ങനെയൊക്കെ പറയും. 1, 2, 3, 4, 5, 6, 7. കഴിഞ്ഞോ? 8. കഴിഞ്ഞോ? ഓക്കെ. ഔട്ടിങ്ങിന് പോവാ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ? യാത്ര ചെയ്യണത്. പുറത്ത് പോകാനാണ്. ഇവിടെ ഒരാൾ ഔട്ടിങ് ഓർ വീഡിയോ ഷൂട്ടിങ് നിർത്തുന്നുണ്ടായില്ല. ഔട്ടിങ് കറക്റ്റ് ആൻസർ. ഓരോ ഓപ്ഷൻ ഇട്ടുകൊണ്ട് ഞാൻ പോയിന്റ് കൊടുക്കും. ഫസ്റ്റ് ഓപ്ഷൻ ഔട്ടിങ്. ഓക്കെ, ഇവിടെ യാത്ര ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റാണ്. ഇപ്പൊ രണ്ടുപേർക്കും 1 പോയിന്റ് കിട്ടി. ഈ ക്വസ്റ്റ്യൻ ഇവർക്ക് കിട്ടാൻ ഭയങ്കര ടഫായിരിക്കും. നല്ല ടഫായിരിക്കും. ഞാൻ വെച്ചാൽ ഞാൻ പല സമയത്ത് പലതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് റീസെന്റ് ആയിട്ടുള്ള എന്റെ ഫേവറേറ്റ് സോങ്. അയ്യോ, എന്താ അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. എനിക്കറിയാം, പക്ഷെ ആ പാട്ടിന്റെ വരികൾ കിട്ടുന്നില്ല. ഞാൻ ഓരോ സമയത്ത് ഓരോ പാട്ട് എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഈ ബാത്റൂം സിംഗർ ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ എന്നും സ്കൂളിൽ പോകുമ്പോ രാവിലെ അത് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ വരികൾ കിട്ടുന്നില്ല. ഫസ്റ്റില് ഇതിപ്പോ അയ്യോ, നിങ്ങൾ സമയം കൊടുക്കണം ശരിക്കും. ടൈം വേണ്ടിയല്ലേ. 1, 2, 3,
9, 10. Time up. പാട്ടിന്റെ വരി അറിയട്ടെ. പാട്ട് ചിലപ്പോ തന്നെ ആയിരിക്കും അല്ലേ? ഏതാ പാട്ട്? ഇവിടെ ഒന്നും എഴുതിയില്ലാണ്ട് ഇപ്പൊ തന്നെ 0 മാർക്ക് കിട്ടി ഇവിടെ. എനിക്ക് പാട്ടൊന്നും അറിയാത്തോണ്ട് ഞാന് ഹിന്ദി പാട്ടാണെന്ന് എനിക്കറിയാം. ഹിന്ദി സോങ് എഴുതി, അത് കറക്റ്റ് ആണ്. എന്നുവെച്ചാ പാട്ട് പറഞ്ഞ പക്ഷെ നമുക്ക് ഹാഫ് മാർക്ക് കൊടുക്കാം. അതെ. ഹിന്ദി സോങ് ആണ്. എന്നെ ഉത്തരം പറയട്ടെ. ഡഗാ ബസറി. അതല്ല. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോ. ഓക്കെ. അത് കിട്ടണമെങ്കിൽ നന്നായിട്ട് അറിയുന്നോടെ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പൊ എനിക്ക് ടോട്ടൽ 2.5 നമുക്ക് 1 ഒന്നരല്ലേ? No. നമുക്ക് ഒപ്പം ഒരെണ്ണം കിട്ടിയതും പിന്നെ ആദ്യം കിട്ടിയതും 2.5 അമ്മയ്ക്ക് 1.5. എന്റെ സ്കിൻ കെയർ റുട്ടീനില് ഞാൻ എപ്പോഴും ഇപ്പൊ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിലും ഞാൻ ചിലതൊന്നും യൂസ് ചെയ്യാതെ പോകും. അതിൽ ഞാൻ സ്കിൻ കെയർ മോർണിംഗിൽ നൈറ്റും ഉണ്ട്. അതില് ഞാൻ സ്കിപ്പ് ചെയ്യാത്തൊരു സാധനം. ഓക്കെ. ഞാനത് ഒഴിവാക്കാറേ ഇല്ല. എഴുതുക കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, നോക്കട്ടെ. എല്ലാം കേട്ട് കാണാം. ഫേസ് വാഷോ? അതേ എപ്പോഴും ഒഴിവാക്കാറില്ല. ഞാൻ പറയട്ടെ. അമ്മ ഫേസ് വാഷ് എന്നല്ലേ പറഞ്ഞേ? ടോണർ ആൻഡ് സെറമാണോ? ടോണർ സെറം നീ എന്നും ഉപയോഗിക്കുന്നില്ല. ഇല്ല, ഞാനിപ്പോ ഈ പനിയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ അത് ഫുൾ സ്കിപ്പ് ചെയ്യാറ്. ഞാൻ രാത്രി ലിപമായിരിക്കും. അതിന്റെ ഒരു ഓപ്ഷൻ ഉത്തരത്തിലുണ്ട് അത്. പക്ഷെ അതിനെക്കാട്ടി ഞാൻ എപ്പോഴും രാത്രി ആണെങ്കിലും പോലും ഞാൻ ഇല്ലാതെ ഇറങ്ങാറില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ രാത്രി ഞാൻ രാത്രി ആയിട്ടിട്ട് പോകും. ഇപ്പൊ ഞാൻ ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോ തന്നെ ഞാന് കണ്ടില്ലേ, ഇതെന്തായാലും കിട്ടില്ലായിരുന്നു. ഞാനിപ്പോ അറിഞ്ഞു വരുന്നു. ഇതെന്തായാലും കിട്ടില്ലായിരുന്നു. എന്റെ കറന്റ് ബോഡി വെയിറ്റ്, അത് ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അതെ, 37, 36 or 37? 37 ആണെന്ന് തോന്നുന്നു. ഇന്നത്തെ വെയിറ്റ് വേണം. 37. ഇല്ല 37 ആണ് ആൻസർ. കിട്ടി 37.35 ഉണ്ട് കേട്ടോ. അങ്ങനെ വിട്ടില്ല, അങ്ങനെയൊന്നും പറ്റില്ല. ഓക്കെ 37 റൈറ്റ്. 3.5 points. അപ്പൊ രണ്ടുപേർക്കും ഓരോ വിധം പോയിന്റ് കിട്ടി. ഓക്കെ. ഇത് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കേക്കട്ടെ ചോദ്യം. എന്നോട് മാത്രമല്ല, എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചറിന്റെ പേര് എനിക്ക് ഉറപ്പൊന്നുമില്ല. ബസ് സ്വപ്ന മേഡം. യെസ് റൈറ്റ്. ആ മാത്സിനെ ഒരു മാർക്കില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ്. അപ്പൊ ഒരു പോയിന്റ് കൂടി കിട്ടി. എനിക്ക് ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് പറഞ്ഞാൽ എങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണ് എനിക്ക് ഇടാൻ ഇഷ്ടം, അത് ഇവർക്ക് കിട്ടുന്ന എനിക്ക് ഉറപ്പാത്. എന്നുവെച്ചാൽ ഇവരിപ്പോ കാണുന്നതല്ലേ, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല. ഇതൊക്കെ എന്തായാലും കിട്ടും കേട്ടോ. കഴിഞ്ഞു. കിട്ടും. അവിടെ പാന്റ് ടോപ്പ്, ജീൻസ് ആൻഡ് ടോപ്പ്. റൈറ്റ്, കറക്റ്റ് ആൻസർ ഉണ്ടാവും. ജീൻസും ടോപ്പ് ഇവർക്ക് അത് അറിയാം. എന്നുവെച്ചാൽ എന്റെ ഒപ്പം കൂടെ നടക്കുന്നല്ലേ. ഞാനല്ലേ എടുത്തരാറ്. അത് ശരിയാണ്. ആ ഒരു ഉടുപ്പറ്റേ ഉള്ളൂ അല്ലേ, ബാക്കിയൊക്കെ ഇങ്ങനത്തെയാണ്. ഒന്നല്ല, 1-2 ഉടുപ്പുണ്ട് അമ്പലത്തിൽ പോകാൻ മാത്രം. ശരിയാ. കല്യാണം നല്ലൊരു കുടുംബത്തിന്റെ കല്യാണമൊക്കെ ആണെങ്കിൽ ക്ലോസ് കസിൻസിന്റെ ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഇടും. അല്ലെങ്കിൽ കല്യാണത്തിന് പോലെ ജീൻസും വാലിട്ടിട്ടാണ് പോകാറ്. അതെ. പിന്നെ എപ്പോഴാണ് അങ്ങനത്തെ കുറച്ച് കുർത്തി ഇങ്ങനത്തെ ഒരു ഷോർട്ട് ടോപ്പ് ഒക്കെ സ്റ്റൈൽ ചെയ്ത് തുടങ്ങി. ഓക്കെ, ഞാൻ ഓണത്തിന് ഒരു റീൽ ഇട്ടിരുന്നു. ഇട്ടിരുന്നു. അതിന് എത്ര ലൈക്കും വ്യൂസും ഉണ്ട്? അയ്യോ, ലൈക്ക് എനിക്ക് അറിഞ്ഞൂടാ.
ലൈക്കും എത്ര വ്യൂസും ഉണ്ട്. ലൈക്ക് ഞാനിത് എത്രയോ തവണ പറഞ്ഞു നടക്കും. പക്ഷെ ഞാൻ ഇവരൊരു റീൽസ് ഇടുമ്പോ പറയും കണ്ടോ എന്നൊക്കെ പറഞ്ഞ ഞാൻ പറയും ഇങ്ങനെ. പക്ഷെ ഇതൊക്കെ ഓർത്ത് ഭയങ്കര പാടാണ്. അപ്പൊ എന്റെ കാര്യങ്ങൾ ഓർത്തേക്കാറില്ല അവര് എല്ലായിടത്തും. എന്റെ ലൈക്ക് പറഞ്ഞല്ല 14K ഒന്നല്ല 146K. പേരോ അല്ലല്ലേ 146K ഓടി പോയി. 143K. റൈറ്റ് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 143K 43K ഉണ്ടായിരുന്നോ? ഇവിടെ വെറും 14K ലൈക്ക് എനിക്ക് ഗസ് ആണ്, എനിക്ക് ഉറപ്പില്ല. ഒരു 15,000 കുറവാണോ കൂടുതലാണോ? കൂടുതലാ. ഓക്കെ, ഒരു 13 or 11 12 10 7. കൂടുതലാണ്, കുറവല്ല. 15 കൂടുതലാ. 21.7K. ഓ, അപ്പൊ അതിലൊരു പാളിപ്പോയി. ചേച്ചിക്ക് മാത്രം ഒരു കിട്ടി. അര. എഴുതിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അര പോയിന്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ കേട്ടോ. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ലാസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ. അയ്യോ, അപ്പം എല്ലാരും ഒരുമിച്ച് കണ്ടതാണല്ലോ. ചിലപ്പോ ചേച്ചിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാരും ഇപ്പൊ ഒരുമിച്ച് പോയി കണ്ടതല്ലേ? അത് എനിക്ക് ഓർത്തെടുക്കാൻ ഇത്തിരി പാടുപെട്ടു. എന്താ വെച്ചാ കൊറേ സിനിമ കാണാൻ പോയിട്ട്. ലാസ്റ്റ് നല്ല പടായിരുന്നു. ഐ തിങ്ക് ഇതായിരിക്കും. അയ്യോ, ഞാൻ പെണ്ണും നമ്മുടെ ഉണ്ണിയേട്ടന്റെ ആണ്. അയ്യോ, അമ്മമ്മ അവിടെ ഇത് പറയുന്നുണ്ട്. അമ്മമ്മ പറയാമ്മ. മാർക്കോ. അത് ആ പോയിന്റ് അമ്മമ്മയ്ക്കേ പോവുള്ളൂ. കുറച്ച് പറഞ്ഞൊരു ക്ലൂ എന്താ വെച്ചാ ഉണ്ണിയേട്ടന്റെ എന്ന് പറഞ്ഞോ, പേര് കിട്ടാത്തോണ്ടാണ്. പക്ഷെ അതന്നെയാണോ? അതന്നെ. അത് അതിന് മുന്നേ കുറെ വന്നു. മാർക്കോ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പോയി കണ്ടു. അമ്മമ്മേനെ ക്വസ്റ്റ്യനിലിരുത്തി അപ്പൊ അമ്മ ശരിയാക്കിയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയത് അമ്മമ്മയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ചെറുതാവുമ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇതാവും എന്ന്. എനിക്കൊരു അംബീഷൻ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങക്ക് നല്ല കോൺഫിഡന്റ് ആണ്, ഉറപ്പാണ് ഇത് ജയിക്കുന്നത്. എന്താ എഴുതി? ഡോക്ടർ സാന്ദ്ര. ഒരു കാര്യണ്ട്, ഇവിടെ അപ്പൊ പറഞ്ഞിരുന്നു ഇവിടെ കൈരളി നഗറിലല്ലമ്മ ബോർഡ് വെക്കും. ഞാൻ കൈരളിനഗറിലടുത്ത ഡോക്ടർ വീട്ടില് ബോർഡ് വെക്കായിരുന്നു. പക്ഷെ അപ്പൊ മാറി വേറെ ലെവൽ. ഇപ്പൊ വേറെ സ്ട്രീമാണ്. ആൾക്ക് വലുതായി വന്നപ്പോ വേറെ അംബീഷനാണ്. ഇപ്പൊ കൊമേഴ്സ് സ്ട്രീമിലുള്ള അംബീഷനാണ്. ഞാൻ പണ്ട് പറഞ്ഞു ഡോക്ടറായിട്ട് ഞാൻ നിങ്ങളൊക്കെ നോക്കാം. അതെ, പീഡിയാട്രിക്കാൻ ചെറിയ കുട്ടികളെ നോക്കാൻ ഇഷ്ടം എന്നൊക്കെ പണ്ടേ പോലെ പറഞ്ഞു. ചേച്ചി എന്തായിരുന്നു ചെറുപ്പത്തില്? ചെറുപ്പത്തില് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും പ്രത്യേകിച്ച് ആഗ്രഹം കേക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ നടന്നോണ്ടിരിക്കുന്നുണ്ട്. ഹോം ബേക്ക്. കുക്കിങ്ങില് നല്ല അമ്മമ്മയുടെ ഇതിനെ പഠിച്ച് അല്ലേ? കുക്കിങ്ങില് നല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അത് ചേച്ചി പറയാനായിരിക്കും ചാൻസ്. നോക്കാം, പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അത് ഞാൻ ഒരു തവണ എന്നല്ല, കൊറേ തവണ ഇരുന്ന് കാണും. ഓ, കണ്ട് 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 മടുത്തറുണ്ടാവും നമ്മൾക്കൊക്കെ. അതെനിക്കും അറിയാം. അതെ, ഇത് ഉറപ്പാണ്. കണ്ട് കണ്ട് ടിവിയിൽ അയ്യോ ലാപ്ടോപ്പില് എല്ലാം കാണാറുള്ള രോമാഞ്ചാവും. അല്ലല്ല, ആനന്ദം തന്നെ. അതേപോലെ ഇഷ്ടമുള്ളതാണ് രോമാഞ്ചം. അത് ആ സമയത്ത് ഇറങ്ങിയപ്പോ. പക്ഷെ ഇപ്പൊ ഞാൻ പക്ഷെ ആനന്ദം കണ്ടത്ര ഫിലിമൊന്നും ഇവിടെ ഏത് ഫിലിം അത്രയും കണ്ടിട്ടില്ല. അതിപ്പോ വന്നാലും കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ ഇങ്ങനെയാ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്കിഷ്ടപ്പെട്ട ലേസിന്റെ ഫ്ലേവർ, ലൈക്ക് കളർ. ആ ഒരു കളർ നിങ്ങൾ എഴുതിയാൽ മതി. ലേസ്. ചിലപ്പോൾ നല്ല ഡൗട്ട് ആയിരിക്കും, ഞാൻ എല്ലാ ഫ്ലേവറും കഴിക്കും. പക്ഷെ എനിക്ക് റീസൺ ആയിട്ട് റീസൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അതിലുണ്ട്. അതായിരിക്കും ഞാൻ കൂടുതൽ ഈ കൂട്ടത്തിൽ ചോദിച്ചാൽ അതായിരിക്കും ഞാൻ അതിനെ പിക്ക് ചെയ്യാൻ. അതായിരിക്കും
ഇഷ്ടപ്പെട്ട കളറിലല്ലോ ഫ്ലേവർ ഫ്ലേവർ ആ ഫ്ലേവറിന്റെ ഒരു കളർ നിങ്ങൾ എഴുതിയാൽ മതിയില്ലേ? കളർ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, റെഡ്, ബ്ലൂ, രണ്ടുമല്ല ഗ്രീൻ, രണ്ടുമല്ല ഓറഞ്ച്. ഓറഞ്ച് എനിക്ക് ഇഷ്ടം. ആദ്യം റെഡ് ഇഷ്ടമാണ്, ബ്ലൂ പിന്നെയും ഒരു. പക്ഷെ ഈ കുട്ടിക്ക് ഞാൻ എല്ലാം കൊടു കൊടുക്കാറുണ്ട്. അതാണ്. പക്ഷെ ഞാൻ പറഞ്ഞെന്താ, ഞാനൊരു കൂട്ടത്തിൽ വെക്കുമ്പോ അതൊന്നും ഞാൻ പിക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതോടെ നമ്മുടെ ഈ സെഷൻ തീരും. എന്തായാലും ഞാൻ വിജയിക്കാം, പേടിക്കണം. ആണോ? ഇതിലും ചോദിച്ചാലും കൂടി അമ്മ അമ്മയെന്ന് പറഞ്ഞിട്ട് വിട്ടതോടെ. ഓക്കെ, ഇത് അമ്മയ്ക്ക് കിട്ടും ചിലപ്പോ. ഞാൻ അമ്മയുടെ ഒപ്പം ഷോപ്പിംഗ് ചെയ്യാൻ പോകാറുണ്ട്. പറയൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്. ഞാനെഴുതല്ലോ. എല്ലാരും നമ്മൾ ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പോവാറ്, അതുകൊണ്ട് സ്ട്രോബെറി എനിക്ക് ഇഷ്ടമാണ്. സ്ട്രോബെറിയാണ് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മുടെ വ്ലോഗിൽ ഒരു തവണ പറഞ്ഞിരുന്നു ഫേവറേറ്റ് ഫ്രൂട്ട് സ്ട്രോബെറിയാണ്. ഇനി ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ കണ്ടവിടെ വാങ്ങിക്കാറ്. സ്ട്രോബെറി ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇതാണ് ഇവിടെ ഇവൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ആൻഡ് വാട്ടർമെലൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതവിടെ ഇല്ല. അപ്പൊ ഞാൻ സ്ട്രോബെറി ഇല്ല. അവിടെ രണ്ടിലും ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് രണ്ടാൾക്ക് ഹാഫ് ഓഫ് മാർക്കല്ല. അമ്മയ്ക്ക് ഫുൾ കൊടുക്കുക, ചേച്ചിക്ക് ഹാഫ്. ഈ കുട്ടി ഇത്ര നേരം എന്താണെന്ന് അറിയാം, ആ കുട്ടിക്കാണ് ഫുൾ മാർക്ക്. അത് ഞാൻ അവിടെ സ്ട്രോബെറി എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ സ്ട്രോബെറി എപ്പോഴും നമുക്ക് കിട്ടില്ലല്ലോ. മറന്നുപോയില്ലേ കുട്ടി ആൻസർ ചെയ്ത? സ്ട്രോബെറി അല്ല, സ്ട്രോബെറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വിന്നർ ചേച്ചി ആയിരിക്കുന്നു. എല്ലാരും കുറച്ചുകൂടി അധികം പറയണം ചേച്ചിക്ക്. അതെ, എല്ലാരും എന്നെ കുട്ടി ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അതായിരിക്കും. Bye. Like, share, subscribe. Ta-ta.